ഒരിക്കൽ ഒരു വ്യക്തി സ്വാമി വിവേകാനന്ദനോടായി ചോദിച്ചു, ദൈവം എല്ലായിടത്തുമുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തെ തേടി ക്ഷേത്രങ്ങളിൽ പോകുന്നത്? വെളിച്ചത്തിലും ജലത്തിലും മനുഷ്യരിലും മൃഗങ്ങളിലും സർവ്വചരാചരങ്ങളിലും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ദൈവചൈതന്യം അനുഭവിച്ചറിയാൻ ക്ഷേത്രങ്ങളിൽ പോകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എന്നാൽ സ്വാമി വിവേകാനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം വൈകുന്നേരം തരാമെന്ന് പറഞ്ഞ് അയാളെ മടക്കി അയച്ചു. അന്ന് വൈകുന്നേരം ആ വ്യക്തി വന്നെങ്കിലും ഒരുപാട് വൈകിയാണ് എത്തിയത്. എന്തുകൊണ്ടാണ് വൈകിയതെന്ന് ചോദിച്ച സ്വാമിജിയോട് കാറിന്റെ ടയറുകളിൽ എയർ കുറഞ്ഞതായി തോന്നിയതിനാൽ നിറയ്ക്കാൻ കുറച്ചു സമയമെടുത്തുവെന്നും അതാണ് കാരണമെന്നും അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ സ്വാമിജി അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയധികം വായു നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിട്ടും ടയറിന്റെ വാൽവ് തുറന്ന് നിങ്ങൾ ആ വായു ഉള്ളിലേക്ക് കയറ്റാതിരുന്നത്? ടയറുകളിലേക്ക് വായു കയറാൻ ഒരു പമ്പിന്റെ സഹായം ആവശ്യമാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. സ്വാമി അയാളോടായി പറഞ്ഞു, നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ചുറ്റും പരിധിയില്ലാത്ത വായു ഉണ്ടായിരുന്നിട്ടും അത് കേന്ദ്രീകരിക്കാനും ടയറുകളിലേക്ക് തള്ളിക്കയറ്റാനും ഒരു പമ്പ് അത്യന്താപേക്ഷികമാണ്. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളിലെ അന്തരീക്ഷം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജിയും വിശ്വാസവും നിറയ്ക്കുന്നതും.